ഗൗതം, ഒറ്റ വാക്കിൽ ഇതിനെ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ കേരളം വളരെ ഭയപ്പെടേണ്ട ഒരു നാടായി മാറുന്നു എന്നുള്ളതാണ്. വളരെ സ്വസ്ഥമായി ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശ്നങ്ങളില്ലാത്തൊരു സംസ്ഥാനം എന്നുള്ള നിലയിലാണ് ഒരു തരത്തിൽ ഒരു ലേബൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ഈ വാർത്തകൾ കാണുമ്പോൾ അത്ര സ്വസ്ഥമുള്ള സംസ്ഥാനമല്ല കേരളം എന്ന് തെളിയുകയല്ലേ? ഉറപ്പായിട്ടും. അതായത് കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിന് ഒരുപാട് വലിച്ചു നീട്ടിയുള്ള ഉദാഹരണങ്ങൾ വേണ്ട. നേരത്തെ രഞ്ജിത്തേട്ടൻ ആ കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. അതായത് PFI എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ സംഘടന, അതിനെ നിരോധിക്കുന്നതിന് മുൻപ് ഭാരതത്തിലെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക ഓപ്പറേഷൻ നടന്നത്. കേന്ദ്ര ഏജൻസികളുടെ ആ ഓപ്പറേഷനിൽ ഏതാണ്ട് 90% PFIയുടെ ഭീകരന്മാരെയും പിടികൂടിയത്. അതായത് അവരുടെ A+ കാറ്റഗറിയിൽ വരുന്ന അവരുടെ ലീഡർഷിപ്പ്, നമ്മുടെ രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് 90% നമ്മുടെ സ്റ്റേറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ അതുതന്നെ സൂചിപ്പിക്കുന്നത് PFI ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരളം. പക്ഷേ അതിൽ ആശ്വാസകരമെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഒരു കരുത്തുറ്റ സർക്കാരിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കേന്ദ്ര ഏജൻസികളുടെ ഒരു കണ്ണ് കേരളത്തിൽ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറിക്കുന്ന സമയമൊക്കെ എപ്പോഴേ അതിക്രമിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ആ നിതാന്ത ജാഗ്രത കേന്ദ്ര ഏജൻസികളുടേതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് കരുതുന്നു. യെസ്, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളം അത്ര സുരക്ഷിതമല്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ വീണ്ടും ഓർമ്മ വരുന്നു. കേരളം ഒരു ഭ്രാന്താലയമാണോ, അതിന്നും അങ്ങനെ തന്നെ തുടരുന്നോ എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന വലിയ ഒരു സന്ദേഹമാണ് നമ്മുടെ മനസ്സിലുള്ളത്.